ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ ശക്തിയുള്ള ഒരു വചനമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ ബൈബിൾ എടുത്ത് അടയാളപ്പെടുത്തി വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളത് ഇപ്പം തന്നെ ഒന്ന് വായിച്ചോ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇത് വായിക്കുന്ന നിമിഷം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ദിവസവും ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴൊക്കെ ബൈബിൾ തുറന്നാലും ഈ വചനം എടുത്ത് ഞാനൊന്ന് വായിക്കാറുണ്ട്. നിങ്ങൾ നോക്കി നിൽക്കെ, നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോവുകയാണ്. ഇത് കർത്താവിൻ്റെ ഉറപ്പാണ്. വചനം ഒരിക്കലും വെറുതെയാകത്തില്ല. വചനം പരാജയപ്പെടില്ല. അതൊരു പാഴ്വാക്കല്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് വാക്കുമാറാത്തവനാണ്. നിന്നെ അനുഗ്രഹിച്ചിരിക്കും. എനിക്കുറപ്പുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ മുടങ്ങാതെ എല്ലാ ദിവസവും വായിച്ച് പ്രാർത്ഥിച്ചോ. ഓരോരുത്തരായി ഇവിടെ വന്ന് സാക്ഷ്യം എഴുതിയിടുമെന്ന് എനിക്കറിയാം. ഞാൻ ഇന്നോളം പരിചയപ്പെടുത്തിയിട്ടുള്ള ഒത്തിരി പ്രാർത്ഥനകൾ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ കമൻറ്റിലൂടെ എനിക്കത് മനസ്സിലായിട്ടുള്ളതാണ്. ഈ ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റും. ആരും വിഷമിക്കേണ്ട, നിരാശപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ച് ഓർത്തും ആകുലരാകേണ്ട. അനുഗ്രഹീതനായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കും. വിശ്വസിച്ച് ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. 1-2 ദിവസം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന നിർത്തരുത്. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. നിരന്തരം മുട്ടുന്ന വാതിലുകളൊക്കെ ഒരു നാൾ തുറക്കപ്പെടും മക്കളെ. തുറക്കാതിരിക്കത്തില്ല, തുറക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയോ, ഏതാണ്ട് 1 വർഷം മുമ്പാണ് ഈ ഒരു വചനം ഈശോ എനിക്ക് തരുന്നത്. അതിനു പിന്നിൽ വലിയൊരു വേദനയുടെ കഥയുണ്ട്. ഞാനൊരിക്കൽ എൻ്റെ സുഹൃത്തുക്കളുമൊത്ത് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവരെന്നെ പല കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് കളിയാക്കി. എനിക്കൊരു സ്വഭാവമുണ്ട്, എന്നെ കളിയാക്കിയാൽ അവരുടെ മുന്നിൽ വെച്ച് ഞാൻ കരയത്തില്ല, ചിരിച്ചുകൊണ്ടെല്ലാം കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ തിരിച്ചു വരുന്ന വഴി ഞാൻ ഒരുപാട് കരയും. അന്ന് കൂട്ടുകാരാൽ അവഗണിക്കപ്പെട്ട് കളിയാക്കലുകൾ ഏറ്റുവാങ്ങി കുത്തുവാക്കുകൾ കേട്ടും മനം മടുത്ത് വഴിനീളെ കരഞ്ഞുകൊണ്ടാണ് ആ ദിവസം ഞാൻ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. വീട്ടിൽ വന്നതേ ഞാൻ ഓടി എൻ്റെ മുറിയിലേക്ക് ഈശോയുടെയും മാതാവിൻ്റെയും തിരുസ്വരൂപത്തിന് മുൻപിൽ വന്ന് മുട്ടുകുത്തി നിന്ന് എൻ്റെ മാതാവിനെയും എൻ്റെ ഈശോയുടെയും രൂപം ഞാൻ എടുത്തു പിടിച്ചിട്ട് ഒരുപാട് കരഞ്ഞു വന്ന് ഞാൻ. എന്നിട്ട് ബൈബിൾ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞു. ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഒരു ദിവസത്തിൻ്റെ ഏറിയ പങ്കും ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. ജോലി സമയം പോലും ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റാറുണ്ട്. ഒന്നിനും ഞാൻ ഈശോയോട് ഒരു പരാതി പോലും പറയാറില്ല. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്താണ് നീ കണ്ണു തുറക്കാത്തത്? എൻ്റെ സങ്കടങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു പരിധി നിശ്ചയിച്ചുകൂടെ? ഈ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുന്നു. ഇതൊരു തവണയല്ലല്ലോ ഈശോയെ, എത്ര തവണയായി ഇവരെന്നെ മനസ്സിലാക്കാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാഞ്ഞിട്ടും ഇതുപോലെ എന്നെ കുറ്റപ്പെടുത്തുന്നത്. എന്നോട് ഈശോ ഒന്ന് സംസാരിക്കാമോ? എനിക്കിതിനൊരു ഉത്തരം തരണം ഈശോയെ, അല്ലാതെ ഞാനിവിടുന്ന് ഏറ്റുപോകത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മക്കളെ ഞാൻ അവിടെ ഇരുന്ന് ഈ ബൈബിൾ എടുത്തു പിടിച്ച് കരഞ്ഞ് അവിടെ ഇരുന്നിട്ട് അവസാനം ഞാൻ ബൈബിൾ തുറക്കുമ്പം ഞാൻ ആദ്യം കണ്ട വചനമാണിത്. ബൈബിൾ തുറക്കുന്നതേ ഞാൻ കണ്ട വചനമായിരുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ഈ തിരുവചനം. ഈ വചനം ശരിക്കും അന്ന് എൻ്റെ കണ്ണു തുറപ്പിച്ചു. ഞാൻ എന്തിനെ പ്രതിയാണോ സങ്കടപ്പെട്ടത് അതിനെല്ലാം ഈ വചനത്തിലൂടെ ഈശോ എനിക്ക് ഉത്തരം നൽകി. അതിനു മുമ്പൊക്കെ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ ബൈബിൾ ഭാഗം പലപ്പോഴായിട്ട് ഞാൻ വായിച്ച് കടന്നു പോയിട്ടുണ്ടെങ്കിലും എന്നെ അത്ര സ്വാധീനിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അന്ന് ഞാനത് വായിച്ചപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഇവിടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ മുടങ്ങാതെ ഇത് വായിക്കാൻ തുടങ്ങി. ഈ വചനത്തിലൂടെ ഈശോനോട് സംസാരിക്കുകയായിരുന്നു. എൻ്റെ എല്ലാ സങ്കടങ്ങളും മാറി. പിന്നീട് കുറ്റപ്പെടുത്തലുകളിലൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല. നേരത്തെയൊക്കെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറയുമായിരുന്നു, ഇനി ഞാൻ ഒരിക്കലും എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം പോകത്തില്ല. അവരെന്തു പാർട്ടിക്ക് വിളിച്ചാലും ഞാൻ അവരുടെ കൂടെ പോവില്ല. പോയാൽ എനിക്കെന്നും സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ ഈ കുത്തുവാക്കുകളൊന്നും കേൾക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് വലിഞ്ഞിരുന്ന ഞാൻ അതിനുശേഷം എന്ത് കാര്യത്തിന് അവർ വിളിച്ചാലും ഞാൻ സന്തോഷത്തോടെ പോകും, പങ്കെടുക്കും. കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷേ പിന്നീടൊരിക്കലും ഞാൻ അതോർത്ത് കരഞ്ഞിട്ടില്ല. പ്രിയമക്കളെ, നിങ്ങൾക്ക് കേൾക്കണോ?
അതിനുശേഷം വിശ്വസിക്കാനാവാത്ത അനുഗ്രഹങ്ങളാണ് ഈ നാളുകളിൽ ഈശോ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബൈബിൾ ഭാഗം ഞാൻ എന്ന് വായിക്കാൻ തുടങ്ങിയോ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ യൗസേ പിതാവിൻ്റെ പവിത്രമേലങ്കി പ്രാർത്ഥന ചൊല്ലി തുടങ്ങുന്നതും സാലറിയിൽ വലിയൊരു വർധനവ് എനിക്ക് ലഭിക്കുന്നതും. കളിയാക്കിയവരുടെയൊക്കെ മുന്നിൽ പിന്നീട് ഈശോ എന്നെ ഒന്നൊന്നായി ഉയർത്താൻ തുടങ്ങി. ഈശോയുടെ മുൻപിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള എൻ്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ തുടങ്ങി. ജീവിതത്തിൽ എനിക്ക് അസാധ്യമെന്ന് ഞാൻ കരുതിയ പലതും ഈശോ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു തന്നു. പലരും ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കും ഉത്തരമില്ലായിരുന്നു. എനിക്കൊരിക്കലും പറ്റത്തില്ല, ഒരിക്കലും അതിലെത്തിച്ചേരാൻ പറ്റില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും, ഇംപോസിബിളായ കാര്യങ്ങൾ പോലും വളരെ ഈസിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഈശോ നടത്തി തന്നു. പിന്നീട് വലിയൊരു ചേഞ്ചാണ് ഉണ്ടായത്. ഇതിനിടയിൽ പല പല പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമെങ്കിലും ഈ ഒരു ബൈബിൾ ഭാഗം അത് ഈശോ എനിക്ക് കാട്ടിത്തന്നതിന് ശേഷം ഞാൻ മുടക്കാറില്ല. ദിവസവും വായിക്കും. ആത്മീയവും ഭൗതികവുമായ ഒരുപാട് നേട്ടങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത്രമേൽ ഉറപ്പിച്ചു പറഞ്ഞത്, നിങ്ങൾ ദിവസവും വായിച്ച് പ്രാർത്ഥിച്ചോ, പടിപടിയായി ദൈവം നിങ്ങളെ എല്ലാ മേഖലയിലും അനുഗ്രഹിച്ച് ഉയർത്തുമെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ദിവസവും വായിച്ച് പ്രാർത്ഥിക്കേണ്ട മറ്റൊരു വചനം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണത്. ഞാൻ പല വീഡിയോകളിലും അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഡാനിയേലച്ചൻ കൂടെ പറയുന്നൊരു വചനമാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാന്ന്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം തിരുവചനം. വചനം ഇങ്ങനെയാ: അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെയായിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അച്ഛൻ പറയും, ഈ വചനം നിങ്ങൾ കാണാവുന്ന സ്ഥലത്തേക്ക് എഴുതി അങ്ങ് ഒട്ടിക്ക്. എന്നിട്ട് നിങ്ങൾ പോകുമ്പം അതൊന്നെടുത്ത് ഒന്ന് വായിച്ച് പ്രാർത്ഥിക്ക്. വലിയ അനുഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ വചനം ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര അനുഗ്രഹങ്ങൾ പലരുടെയും ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വചനഭാഗമാണിത്. നിങ്ങൾ എല്ലാ ദിവസവും ഈ വചനവും നിങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ട് പ്രാർത്ഥിക്കണം. വലിയ അനുഗ്രഹങ്ങളാൽ ജീവിതം സമ്പന്നമാകും. ബൈബിളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ എൻ്റെ ജീവിതത്തെ മാറ്റിയ ആ ബൈബിൾ ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. ഈ വചനം നമ്മുടെ കുടുംബത്തിൽ ഈ സമയം തന്നെ അനുഗ്രഹമായി മാറട്ടെ. ഈ വചനം നിവർത്തിയാകട്ടെ നമ്മുടെ എല്ലാം കുടുംബത്തിൽ. നിങ്ങളുടെ എല്ലാം ജീവിത പ്രശ്നങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വാരിക്കോരി അനുഗ്രഹങ്ങൾ നൽകിയ ആ ദൈവം നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ പ്രാർത്ഥനകളും അവിടുന്ന് ഏറ്റെടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ അനുഗ്രഹങ്ങളാണിത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിനും വെളിയിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. ആമേൻ. അടുത്ത വചനം: നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്കു തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും.
നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ആമേൻ. അടുത്ത വചനം, കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവമായ കർത്താവിന് സ്തുതി. മക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത്രമാത്രം നമുക്ക് ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്നൊരു വചനഭാഗമാണിത്. നിങ്ങളിത് എല്ലാ ദിവസവും വായിക്കണം. ദിവസവും വായിച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങൾ നോക്കി നിൽക്കേ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ ഇത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കണം. ചില മനുഷ്യരുണ്ട്, നല്ല പ്രാർത്ഥനകളോ നല്ല വചനമൊക്കെ കിട്ടിയാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തില്ല. എന്താന്നോ, ഇനി അവരും പ്രാർത്ഥിച്ച് അവരും അനുഗ്രഹം പ്രാപിച്ചാലോ. അസൂയ, കുശുമ്പെന്നൊക്കെ പറയും അതിന്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ദൈവമക്കളാണ്. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആർക്കും അയച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ വിഷമിക്കുന്നവരോടൊക്കെ പറഞ്ഞാൽ മതി, വിഷമിക്കേണ്ട. നീ നിയമാവർത്തന പുസ്തകം 28 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനം എല്ലാ ദിവസവും വായിച്ച് പ്രാർത്ഥിച്ചോ. നിൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. നിങ്ങളങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാതെ എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കാൻ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല. നല്ല പ്രാർത്ഥനകളും നല്ല വചനങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ കൂട്ടുകാർക്കൂടെ പറഞ്ഞു കൊടുക്കണം, അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കട്ടെ. അങ്ങനെ നല്ല വിശാല ഹൃദയത്തിന് ഉടമകളാകണം നമ്മൾ. അതിലൂടെ നമുക്ക് ഈശോയുടെ വചനം അനേകരിലേക്ക് എത്തിക്കാൻ പറ്റും. ദൈവസ്നേഹം അനേകരിലേക്ക് നമുക്ക് ഇതിലൂടെയൊക്കെ പകർന്നു കൊടുക്കാൻ പറ്റും. ഇത് ചെറിയൊരു ശുശ്രൂഷ കൂടിയാണ്, നമുക്കത് മറക്കാതിരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.